വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. ആദ്യം തന്നെ നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നിഖിൽ എവിടെ നിന്നാണ്? വെൺപാല എവിടെയാ? അത് നമ്മളെ തിരുവല്ല. ഓക്കെ, തിരുവല്ല. ഓക്കെ, പത്തനംതിട്ടയില്ല അല്ലേ? ഓക്കെ, നിഖിലിന്റെ സെക്കൻഡ് നെയിം എന്താണ്? സെക്കൻഡ് നെയിം ഇല്ല. ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. നിഖിൽ ബാബു KJ. ഫുൾ നെയിം ബാബു KJ. ഓക്കെ, ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൂടി പറയാം. ഡേറ്റ് ഓഫ് ബർത്ത് 3/2/2003. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഹലോ നിഖിൽ, കേൾക്കാമോ? ഹലോ, പറഞ്ഞു. അപ്പോൾ നിഖിൽ NIKHIL അല്ലേ? അതെ. നിഖിൽ ബാബു KJ. അപ്പോൾ പിന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലൈഫ് പാത്ത് നമ്പർ 1 അപ്പോൾ 31 പേരിൻ്റെ എനർജി വരുന്നത്. പൊതുവെ ഒരു ആവറേജ് നെയിം എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള പേര്. അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ ഒരു സൗണ്ടില്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ആ പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കുക. നിഖിൽ ബാബു എന്നുള്ളത് എന്നെ ഫാദറിന്റെ പേരാണോ? അല്ല, അതെ അല്ലേ? ഓക്കെ, അപ്പോൾ അതൊരു ബെസ്റ്റ് പേരിനെ ഒന്നുകൂടി ബെസ്റ്റ് ആക്കുന്നത് തന്നെയാണ് നല്ലത്, തീർച്ചയായിട്ടും. അപ്പോൾ നിഖിൽ ബാബു J എന്ന് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇല്ല, എന്നാലും ശരിയാവുന്നില്ല. നിഖിൽ J എന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു പേരാവും. നിഖിൽ J എന്ന് മാത്രം വെക്കുകയാണെങ്കിൽ. ഓക്കെ, നിഖിൽ J. അപ്പോൾ അതൊരു നല്ല പേരാണ്. ഒരു 80% 90% ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ് നിഖിൽ J എന്ന് മാത്രം വരുമ്പോൾ. ഓക്കെ, അത് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ആക്കണം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3 ലൈഫ് പാത്ത് നമ്പർ 1 അപ്പോൾ പൊതുവെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എന്താണ് പിന്നെ പഠിച്ചോ കാര്യങ്ങളൊക്കെ? എന്താ പഠിച്ചത്? എന്തായിരുന്നു പഠിച്ചു കഴിഞ്ഞത്? എന്തായിരുന്നു പഠിച്ചത്? പിന്നീട് ആണ് നിങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ് ഉണ്ട് കേട്ടോ, സൗണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഹലോ, കട്ടായെന്നാ തോന്നുന്നു. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3 ലൈഫ് പാത്ത് നമ്പർ 1 സൗണ്ടിൽ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ജോലി സ്ഥലത്താണെന്നാണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും ജോലി സ്ഥലത്തു നിന്നാണെങ്കിലും വിളിച്ചല്ലോ, സന്തോഷം. ഓക്കെ, അപ്പോൾ നിഖിൽ ബാബു KJ എന്നുള്ള ഒരു പേരിൻ്റെ എനർജി എന്തായാലും രാഹുവിൻ്റെ എനർജിയിൽ വരുന്നതാണ്. അപ്പോൾ എന്താ, അപ്രതീക്ഷിതമായ ഉയർച്ച, അപ്രതീക്ഷിതമായ താഴ്ച, അതാണ് അതിൻ്റെ ഫലം പറയേണ്ടത്. പിന്നെ ലൈഫ് പാത്തിൽ ഒന്നുണ്ടായതുകൊണ്ട് തന്നെ വളരെ ദോഷം പറയാനില്ല എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പേര് ഏറ്റവും മികച്ച രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ പേരൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ 2ൻ്റെ റിപ്പീറ്റേഷനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അതായത് 2 ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ സെൻസിറ്റീവാണ്. പൊതുവെ 2 എത്ര പ്രാവശ്യം വരുന്നുണ്ടെങ്കിലും സെൻസിറ്റീവ് എന്ന് അതായത് ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് നൽകും. അവർക്ക് അങ്ങനെ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ് നല്ലതായിട്ട് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് 2 എന്നത്. അതുപോലെ
2 ഒരു തവണ മാത്രമേ ഉള്ളെങ്കിൽ അപ്രതീക്ഷിതമായും എന്താ പറയുക ദേഷ്യം കുറേ കൂടിയ എനർജീസാണ്. പൊതുവെ ദേഷ്യം കൂടുതലുണ്ടാകുന്ന ഒരു എനർജിയാണ്. ഒരു പ്രാവശ്യം മാത്രമേ 2 ഉള്ളൂ എങ്കിൽ. അപ്പോൾ ഒരു പ്രാവശ്യം 2 ഉള്ളത് ഒരുപാട് ഗുണങ്ങളുണ്ട് എങ്കിൽ ഇതുപോലെ ദേഷ്യം വരിക, അതായത് നമ്മുടെ സ്വഭാവത്തിലുള്ള പെട്ടെന്നുള്ള വേരിയേഷൻസ്, അത് ചിലപ്പം ഇമോഷണൽ ആകാം, വൈകാരികം തന്നെ അല്ലേ. അപ്പോൾ അത് കുറച്ച് ദേഷ്യമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആയി മാറി മാറി വരാനുള്ള സാധ്യത കൂടുതൽ ഉള്ള ഒരു നമ്പറാണ്. ഒരു പ്രാവശ്യം മാത്രമാണ് 2 വരുന്നത് എങ്കിൽ 2 തവണ 2 വരികയാണെങ്കിൽ അവർക്കുള്ള ആദ്യം പറയേണ്ട ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ഭാവി കാര്യങ്ങളെക്കുറിച്ചിട്ട്, ഈ പ്രവചനം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നിരുന്നാലും അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ നല്ല ധാരണയുണ്ടാവും. അവർക്ക് മറ്റുള്ളവർ കാണുന്നതിലും ഉപരിയായിട്ട് വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ പ്രവചിക്കുക എന്നുള്ളതല്ല. ചില കാര്യങ്ങൾ അല്ലേ, ചില സംഭവങ്ങളൊക്കെ നടന്ന് എല്ലാറ്റിനെയും കാൽക്കുലേറ്റ് ചെയ്ത് ഇന്നതാണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു രൂപം ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവായി ഉണ്ടാകും. 2 തവണ 2 ഉണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അവർക്ക് അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളത് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോവാം, അതിനുശേഷം തുടർന്ന് പറയാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കൊടുങ്ങല്ലൂരിന്ന് കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. കൃഷ്ണരമ്മയാണ് സംസാരിക്കുന്നത്. കൃഷ്ണ, അതെ, കൊടുങ്ങല്ലൂർ അല്ലേ? ഓ, കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ ഇന്നലെ കഴിഞ്ഞല്ലോ അല്ലേ? ഇന്നലെ കഴിഞ്ഞു. നമ്മൾ കണ്ടായിരുന്നു ടി വിയിലൊക്കെ. ഓക്കെ, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് അറിയേണ്ടത്? മകൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, മകളുടെ പേര് പറയും. കൃഷ്ണ ബി വി. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയും കൃഷ്ണയുടെ. 29/5/2001. 29/5 അല്ലേ? 2009. 2001. ഓക്കെ, കൃഷ്ണ വി വി അല്ലേ? അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 1 ആണ് വരുന്നത്. 2ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ്. കൃഷ്ണ വി വി എന്ന് പറയുമ്പോഴേ അത് 4ൻ്റെ എനർജിയിലാണ്. നമുക്കൊരു ആവറേജ് ആയിട്ടുള്ള പേര് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെ ബെസ്റ്റ് ആക്കണം. എന്നാലേ അതിൻ്റെ ഒരു 100% ആയിട്ടുള്ള ഒരു ഗുണം ലഭിക്കുള്ളൂ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 2നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സപ്പോർട്ടീവ് അല്ല 4 എന്ന എനർജി. അപ്പോൾ അത് പരസ്പരം കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആണ്. അപ്പം ആ പേരിലത്തെ ആ വി വിയുടെ ഫുൾ ഫോമോ അല്ലെങ്കിൽ എന്താണ് വി വിയുടെ ഫുൾ ഫോം? എന്താണ്? അച്ഛൻ്റെ പേരാണോ? ഓക്കെ, അച്ഛൻ്റെ പേര് വത്സൻ ആണോ? അച്ഛൻ്റെ പേരെന്താണ്? വത്സൻ. VALSAN ആണോ വത്സൻ? അമ്മയുടെ പേരോ? ഗീത അല്ലേ? അപ്പോൾ അങ്ങനെ ഇടൂ. എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണ ജി വത്സൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പേരാണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇനിയിപ്പം പാസ്പോർട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാലും ഇപ്പം വീട്ടുപേരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഫോറിനറിന് കേട്ട് കഴിഞ്ഞാലൊന്നും അത് വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൃഷ്ണ ജി വത്സൻ എന്നുള്ള പേര് നല്ല പേരാണ്. ന്യൂമറോളജി പ്രകാരം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണ ജി വത്സൻ ആക്കുക. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ ഒരു 100% എന്നല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാൽ പോലും അച്ഛനും അമ്മേനും പേര് അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 70% ഉപരിയായിട്ട് അത് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഭാഗ്യത്തിനെ കൊണ്ടുവരും. പിന്നെ 2ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരലാണ് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ. അപ്പോൾ അതിന് പിന്നെ കൃത്യമായിട്ടുള്ള ഒരു നല്ല പേര് നിർബന്ധമാണ്. 2ൻ്റെ കൂടെ 1 വരുമ്പോഴേക്കും പല കാര്യങ്ങൾ എന്നെ അടുത്തേക്ക് വരും. അപ്പോൾ ആ പേരിൻ്റെ പവർ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്പ്ലിറ്റായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു പേരിനെ പവർഫുള്ളാക്കുക, കുട്ടിക്ക് കൂടുതൽ ഭാഗ്യവും ഉണ്ടാകും. എന്താണ് ചോദിക്കാൻ വേണ്ടി വന്നത് അതിൻ്റെ ഇടയിൽ? അതെ, ജോലി സംബന്ധമായിട്ട് ഇതെങ്ങനെ ശരിയാകുമ്പോ അതൊക്കെ ശരിയായിക്കോളൂ? തീർച്ചയായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനും എല്ലാത്തിനും അത് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രോഗ്രസ് ആണ്. നമുക്ക് ഭാഗ്യദായകമായിട്ടുള്ള ഒരു പേരാണ് എങ്കിൽ അപ്പോൾ അനുകൂലമായിട്ട് കാര്യങ്ങളെ പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോഴുള്ള സമയം എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഒന്ന് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യും. ഇപ്പം ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, PG ചെയ്യുന്നു, ലാസ്റ്റ് സെമ്മാണ്. അപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്ന കാര്യം ആവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ചെയ്യുന്ന കാര്യത്തിന് എന്തായാലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജോലി കിട്ടുന്നല്ല പറയുന്നത്, ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ കുട്ടി ജോലി ആ പേരിലും ആ ഒരു മാറ്റം വരുത്തുമ്പോഴേക്കും കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. കൊടുങ്ങല്ലൂരിൽ നിന്ന് കൃഷ്ണയുടെ അമ്മയാണ്. ഓക്കെ, ഇന്നലെ കുറേ എന്താ പറയുക കൊടുങ്ങല്ലൂരുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അവിടുത്തെ ദേവിയുടെ കുറേ കാവ് തീണ്ടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഓക്കെ, എന്തായാലും കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ ഒരു കോൾ വന്നതിൽ സന്തോഷം. ഇപ്പോൾ നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? മിഥുരാജൻ. യദുരാജൻ. ഓക്കെ, യദുരാജൻ. YEDHU. യദുരാജ് അല്ലേ? രാജൻ. ഓക്കെ, യദുരാജൻ. ഡേറ്റ് ഓഫ് ബർത്ത് പറയും. ഡേറ്റ് ഓഫ് ബർത്ത് 21/5/71. 21/5. സർട്ടിഫിക്കറ്റിലതാണ് ശരിക്കും 18/5/71. എന്താണ്? 18/5/71. 18/5/1971 ആണോ? സർട്ടിഫിക്കറ്റിൽ 21 എഴുതിയത്. അല്ല, എനിക്ക് വേണ്ടത് ശരിക്കുള്ള ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പറഞ്ഞാൽ മതി. 18/5/21. അതെന്ത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ 18/5/1971 യദുരാജൻ. യദുരാജൻ എവിടുന്നാ വിളിക്കുന്നത് പറഞ്ഞിട്ടില്ല. എവിടെ? നാഗ്പൂരാ? ഓക്കെ, നാഗ്പൂർ. ഓക്കെ, അപ്പോൾ 18/5/1971. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം നാഗരാജ്. യദുരാജൻ. ഓക്കെ, ഹലോ യദുരാജ്, കേൾക്കാമോ? യദുരാജൻ കേൾക്കാമോ? ഹലോ, അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതല്ലേ? ഒന്ന് മാറിയെന്ന് സംസാരിക്കും. പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 5. 9ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ്. നല്ല ഒരു കൂടിച്ചേരലാണ് പൊതുവേ
പറയേണ്ടത്. അപ്പോൾ ഈ യദുരാജൻ വേറെ ഇനീഷ്യലൊന്നും ഇല്ല അല്ലേ? യദുരാജൻ കൂടെ ഇനീഷ്യല് എം. പിന്നെ അതല്ലേ നിങ്ങളുടെ പേര്? ഞങ്ങള് യദുരാജൻ തന്നെ, എം യദുരാജൻ. സത്യയില് വെറും യദുരാജൻ മാത്രം. അല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പേരാണ് നമ്മളെ വിളിക്കുന്നതല്ല. നമ്മളെ എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു എനർജിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഫോളോ ചെയ്യുക. നമ്മൾ ആര് വിളിക്കുന്നു, ഇപ്പം നമ്മൾ ഈവൻ നമ്മളെ അച്ഛനല്ലേ വിളിക്കുള്ളൂ, നമ്മൾ വിളിക്കുന്നത് അവരെ ഓക്കെ. അപ്പോൾ അതുപോലെ എല്ലാവരും കൂട്ടുകാരൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടായിരിക്കും വിളിക്കുക. പക്ഷേ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിലാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ യദുരാജൻ എം എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്നെ കാലതാമസമാണ് പറയാനുള്ളത്, ആദ്യം തന്നെ പറയാനുള്ളത്. ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വളരെ കാലതാമസം. അതേസമയം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും ലൈഫ് പാത്തിലും വളരെ വേഗതയും കാര്യങ്ങളെ ആക്റ്റീവായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോഴെന്താണ്, ഒരു സ്ഥലത്ത് വേഗതയും കാര്യങ്ങളും ഒന്നിനാണെങ്കിൽ തടസ്സം നിന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഉള്ളത്. പല കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് വരും, കയ്യിലേക്ക് വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് പറയേണ്ടത്. ഈ യദുരാജൻ എം എന്നാണ് പേരെങ്കിൽ അപ്പോൾ നമുക്ക് സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ നമ്പറോ മാറിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും. നമ്മൾ ഇതിൻ്റെ എനർജി പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതാണ് ഫലം പറയേണ്ടത്. ആ പേരിനെ ഒന്ന് ബെസ്റ്റ് ആക്കണം. ബെസ്റ്റ് ആക്കിയിട്ട് തന്നെ കാര്യങ്ങളെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അതിന് പിന്നെ ഓക്കെ രാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിന്റെ പേരാണോ? രാജൻ ഫാദറിന്റെ പേരാണോ? അല്ലല്ല, നമ്മുടെ പേര്. അതെ, ഫസ്റ്റ് ഗിവൺ നെയിം തന്നെ അല്ലേ? പിന്നെ എം എന്നുള്ളത് എന്താണ്? എം ഇനീഷ്യലാണ്, വീട്ടുപേരാണ്. വീട്ടുപേരാണ്. ഫാദറിന്റെ പേരെന്താണ്? ഫാദറിന്റെ പേര് സി ഭാസ്കരൻ നായർ. ഭാസ്കരൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴേക്കും അതിന് ഒരു ആശ്വാസം ഉണ്ട്, നിങ്ങൾക്ക് അനുകൂലമാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കണം. യദുരാജൻ ബി, ഭാസ്കരൻ നായർ എന്നതിൻ്റെ ബി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാഗ്യത്തിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മനസ്സിലായില്ല. ബി എന്നത് ഇനീഷ്യലായിട്ട് മാറ്റണം. ഇനീഷ്യലിനെ മാറ്റിയിട്ട് ബി ആക്കി കഴിഞ്ഞാൽ യദുരാജൻ ബി എന്നാക്കണം. ആക്കി കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി മികച്ചതാണെന്ന് പറഞ്ഞല്ലോ. ആ മികച്ച ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് പോകുവാനും സാധിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഫാദറിൻ്റെ പേരാണ് കൂടെ ഉള്ളതെന്ന് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാലോ അല്ലേ? അപ്പോൾ യദുരാജൻ ബി എന്നുള്ള ആ ഒരു പേര് വെക്കുക. അത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് കേട്ടോ അതിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്കത് ചെറിയ മാറ്റം അല്ലേ, കാഴ്ചയിൽ നമുക്ക് ചെറുതാണെങ്കിലും അത് വളരെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളെ ജീവിതത്തിനെ കൊണ്ട് വരാൻ സാധിക്കുന്ന ഒരു മാറ്റമായിരിക്കും. യദുരാജൻ ബി എന്നുള്ള ആ ഒരു പേര് കേട്ടോ. ബി ഫോർ ഭാസ്കരൻ എന്നുള്ളതിൻ്റെ ബി. ഓക്കെ, ബാക്കി എല്ലാ സ്പെല്ലിങ്ങും കറക്റ്റ് തന്നെ, ഇനീഷ്യലിനെ മാറ്റുന്നു അത്രയാണ്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചാൽ സന്തോഷം. നാഗപ്പൂരിൽ നിന്ന് യദുരാജൻ, ഇപ്പോൾ ഇന്ന് മുതൽ ബി ആണ്, യദുരാജൻ ബി എന്നുള്ളത്. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എവിടെയെങ്കിലും പുതിയ ഏതെങ്കിലും സ്ഥലത്തൊക്കെ മാറ്റി ഇട്ടോളൂ കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നല്ല ഡേ ആയിട്ട് കരുതണം. ന്യൂമറോളജി പ്രകാരം ഇന്നൊരു സപ്പോർട്ടീവായിട്ടുള്ള ഡേറ്റ് ആണ് നിങ്ങൾക്ക് മാറ്റുവാനും, ഒപ്പം ഇന്നൊരു ശുക്ലപക്ഷത്തിലുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇന്നൊരു നല്ല ദിവസമാണ്. ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ എവിടെയെങ്കിലും മാറ്റം കുറിക്കാം. അതിനുള്ളൊരു നല്ല ദിവസമാണ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയം ഒക്കെ ഇതുപോലെ നാഗപ്പൂരൊക്കെ ഉള്ളവർ കാണുന്നതെന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷം. ഓക്കെ, യദുരാജനാണ് വിളിച്ചത്. ഓക്കെ, നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടിൻ്റെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഞാൻ രണ്ട് തവണ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം എന്നാണ്. തെറ്റിദ്ധരിക്കേണ്ട, ഇങ്ങനെ ഭാവി പ്രവചനമൊന്നുമല്ല. കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണെന്ന് ചുരുക്കം. ഇപ്പോൾ വിളിച്ചത് നാഗ്പൂരിൽ നിന്ന് മിസ്റ്റർ യദുരാജനാണ്. യദുരാജൻ ബി. ഇനി മുതൽ ബി എന്ന ഒരു
എനർജി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്കൊരു മികച്ച പേര് ഇടാൻ പറ്റുക എന്നുള്ളത് ഞാനും അതൊരു എന്താ പറയുക ഒരു ഭാഗ്യമായിട്ടൊക്കെ കാണുന്നു. ഈ ചെറിയ സമയത്ത് ചില സമയത്ത് നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഇപ്പം എല്ലാം നമുക്ക് അല്ലേ ഈ ഒരു ചെറിയ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലത് കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു നല്ലൊരു പേരായിരുന്നു യദുരാജൻ ബി എന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. എന്തായാലും സന്തോഷം. അപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പേ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം. 80 86 89 70 30. ഒന്നുകൂടി പറയാം. 80 86 89 70 30. പിന്നെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ന്യൂമറോളജി കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ പേഴ്സണൽ നമ്പർ ഞാനൊരു കൊടുക്കാം. 890 482 95 96. ഒന്നുകൂടി പറയാം. 890 482 95 96. ഇത് പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.